ദുബായ് ഹെൽത്ത് അതോറിറ്റി, അതായത് DHA, ഇതിൻ്റെ പ്രോസസ്സിനെ പറ്റിയൊക്കെ നോക്കിയാലോ. ഓക്കെ, നിലവിൽ ഒരു മെഡിക്കൽ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ എന്താണ്, എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സാം എഴുതാം, അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, ഡാറ്റ ഫ്ലോ ചെയ്തു പോകും. അത് രണ്ടും ഓപ്ഷനിലാണ്. ഓക്കെ, നിലവിൽ ആദ്യമേ എക്സാം ഒക്കെ എഴുതി. ഈ ഒരു കാര്യം കൂടി പറയട്ടെ, എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങളൊരു DHA ID ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുക. ദയവ് ചെയ്ത് എല്ലാവരും പേഴ്സണൽ ഇമെയിൽ ID തന്നെ കൊടുത്തിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും ഏജൻസിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് നിങ്ങളുടെ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാറ്റ ഫ്ലോ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, മേടിച്ചിട്ടുണ്ടാവണം. സോ നിങ്ങളുടെ ഡാറ്റ ഫ്ലോയിൽ വരുന്ന ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ വരും, രജിസ്ട്രേഷൻ വരും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരും, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരിക. അതിനുശേഷം നിങ്ങൾ ഡാറ്റ ഫ്ലോ എല്ലാം കംപ്ലീഷൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ലെറ്ററിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ എലിജിബിലിറ്റി ലെറ്ററിൻ്റെ പ്രോസസ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലൈസൻസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹയർ ചെയ്യുന്ന ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് ഇതിപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യുക. സോ DHAൻ്റെ പ്രോസസ്സിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ ചെയ്തു തരാം.